IGCH ഹെൽത്ത് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷജീറ ബീഗം, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, തലശ്ശേരി. ഇന്ന് പ്രായഭേദമന്യേ സർവ്വസാധാരണമായി എല്ലാവരിലും കാണുന്നൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. സാധാരണയായി ഒരാളിൽ നിന്നും 50 മുതൽ 100 മുടി വരെ കൊഴിയാറുണ്ട്. ഇതിൽ കൂടുതലായി മുടി കൊഴിയുന്നതിനെയാണ് മുടി കൊഴിച്ചിലൊരു പ്രശ്നമായി നാം കണക്കാക്കാറ്. അപ്പോൾ നമുക്കിതിനുള്ള കാരണങ്ങളും അതിനുള്ള പ്രതിവിധിയും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ ഓർ പാറ്റേൺഡ് അലോപേഷ്യ, അതായത് ഇതൊരു ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് മുടിക്കൊഴിച്ചിലാണ്. ഇന്ന് നമുക്ക് ടീനേജേഴ്സിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് ആൻഡ്രോജൻ മെയിൽ ഹോർമോണായ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ഓവർ ആക്ഷൻ കൊണ്ട് മുടി കൊഴിയുന്നതിനെയാണ് ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ എന്ന് പറയുന്നത്. അതേപോലെ ഇത് കൊഴിയുന്നത് ആണുങ്ങളിലാണെങ്കിൽ സെൻട്രൽ പാർട്ടും ഫോർഹെഡിൽ നിന്നും മുടി കയറി പോവുകയാണ് ചെയ്യുന്നത്. ലേഡീസിലാണെങ്കിൽ അത് സെൻട്രൽ പാർട്ടിങ് വൈഡൻഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് പാറ്റേൺഡ് അലോപേഷ്യ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന കാരണമാണ് ടീലോജൻ എഫ്ലൂവിയം. അത് നോർമലി നമ്മുടെ ഹെയർ ഗ്രോത്ത് സൈക്കിള് 3 ഫേസസ് ആയിട്ടാണ് ഉള്ളത്. അനാജൻ ഫേസ്, കറ്റാജൻ ഫേസ് ആൻഡ് ടീലോജൻ ഫേസ്. അതായത് ഒരു വളർച്ചാ ഘട്ടമുണ്ട്, അത് 6 കൊല്ലത്തോളമാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 to 6 months കറ്റാജൻ ഫേസ്, അതായത് റെസ്റ്റിംഗ് ഫേസ്, ആൻഡ് ടീലോജൻ ഫേസ് ഷെഡിങ് ഫേസ്, അതായത് മുടി കൊഴിയുന്ന ഫേസ്. ഇത് രണ്ടും ഒരു 2 to 3 months ആണ് ഉണ്ടാകുന്നത്. ചില സാഹചര്യങ്ങളിൽ ഈ ഷെഡിങ് ഫേസ് ഒന്ന് പ്രൊലോങ് ചെയ്ത് നിൽക്കാം. അതായത് നമുക്കൊരു ബോഡി സ്ട്രെസ്സസ് ഉണ്ടാകുമ്പോഴാണ് ഇത് യൂഷ്വലി കാണുന്നത്. ഒരു അക്യൂട്ട് ഫീവേഴ്സ്, ഡെങ്കി ഫീവർ, മലേറിയ, ടൈഫോയിഡ്, കൊറോണ, ഇങ്ങനെ ഒരു പനി കഴിഞ്ഞ് ഒരു 2-3 months കഴിയുമ്പോൾ നല്ലൊരു ഹെയർ ലോസ് ഉണ്ടാകും. ഇത് ഈ ടീലോജൻ എഫ്ലൂവിയത്തിൽ പെടുന്ന ഒരു ഹെയർ ലോസ് ആണ്. മറ്റൊന്ന് പ്രഗ്നൻസി, അബോർഷൻ, ഡെലിവറി, സർജറി, ഇതൊക്കെ കൊണ്ടും ഈ ടൈപ്പ് ഹെയർ ലോസ് ഉണ്ടാവാം. ഇങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒരു കാരണം ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിച്ച് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റും ഡ്രഗ് സപ്ലിമെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ അത് റീഗെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു കാരണമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. അതായത് യൂഷ്വലി അയൺ ഡെഫിഷ്യൻസിയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് യൂഷ്വലി കാണുന്നത്. ഇത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാം. അതിനും അതിൻ്റെതായ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാരണമാണ് ഹോർമോണൽ കോസ്. അതായത് തൈറോയ്ഡ് പ്രോബ്ലം കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അത് കുറഞ്ഞാലും കൂടിയാലും ഉണ്ടാവാം. ഇതും ഇതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, തൈറോയ്ഡ് ചികിത്സയോടൊപ്പം തന്നെ മുടി കൊഴിച്ചിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫലപ്രദമായി ചികിത്സിക്കാവുന്നതാണ്. ഇതിനുള്ള ചികിത്സാ രീതികൾ പലതാണ്. ആദ്യമായി ഇന്ന് വളരെ പ്രാബല്യത്തിലുള്ള ഒരു ചികിത്സയാണ് മിനോക്സിഡിൽ ട്രീറ്റ്മെൻറ്റ്. അതായത് അത് പുരട്ടുന്ന ലേപനങ്ങളായും ഇന്ന് ടാബ്ലറ്റായും അത് അവൈലബിൾ ആണ്. ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. അതായത് പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് എടുത്ത് തലയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണിത്. മുടി കൊഴിച്ചിലുള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അതായത് നമ്മൾ പ്രോട്ടീനും വിറ്റാമിനും ഉള്ള ഭക്ഷണങ്ങളാണ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പച്ചക്കറി, ഇലക്കറി, മീൻ, മുട്ട, പാല്, പയറ്, കടല, ഈത്തപ്പഴം, നട്ട്സ്, ഫ്രൂട്ട്സ്, ഇത്രയും ഐറ്റംസ് നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡായി എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ മുടി കൊഴിച്ചിൽ വരാതിരിക്കും. അവസാനമായി നല്ലവണ്ണം മുടി കൊഴിഞ്ഞവർക്ക് നമുക്ക് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. അതായത് ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ഏരിയ അല്ലാത്ത സ്ഥലത്ത് നിന്ന് ഹെയർ എടുത്ത് തലയിലോട്ട് വെച്ച് പിടിപ്പിക്കുന്നതിനെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ ഏതാണ്ട് മനസ്സിലായി കാണും. നിങ്ങൾക്ക് അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റ് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് ഏതാണ് കാരണം എന്ന് മനസ്സിലാക്കി അതിനുള്ള വിദഗ്ധമായ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മുടി കൊഴിച്ചിൽ തടയാവുന്നതാണ്.